താൻ എത്തിയോ? ഒറ്റയ്ക്കിരുന്ന് നേരം വെളുപ്പിക്കേണ്ടി വരുമോന്നായിരുന്നു എന്റെ പേടി. ഇനിയിപ്പോ താനുണ്ടല്ലോ. ഈ അവസ്ഥയിൽ എത്തിയോ തങ്കച്ചി? ഇതൊക്കെ ഒരു സർവീസ് അല്ലേ സ്വാമി? ശരത് എന്ന കൂട്ടുകാരന് തങ്കച്ചി എന്ന കൂട്ടുകാരി ചെയ്തു കൊടുക്കുന്ന സഹായം. ഞാനിതിനെ അങ്ങനെയല്ല കാണുന്നത്. തങ്കച്ചിനെ എനിക്ക് അറിയാത്തതല്ലോ. ശരത്തിന്റെ അമ്മയ്ക്ക് കാവലിരിക്കാൻ മാത്രം സ്നേഹമൊന്നും തങ്കച്ചിക്ക് ശരത്തിനോടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറ, അവൻ എന്ത് പറഞ്ഞാ തങ്കച്ചിയെ ഭീഷണിപ്പെടുത്തണം? ഭീഷണിയോ? എന്നെയോ? അതും അവൻ. തനിക്കിത് എങ്ങനെ ചോദിക്കാൻ തോന്നി സ്വാമി? ഇങ്ങനെയൊക്കെ ആരുടെങ്കിലും ഭീഷണിക്ക് വഴങ്ങുന്നവളാണോ ഞാൻ? താൻ അങ്ങനെയാണോ എന്നെ കണ്ടിരിക്കുന്നത്? അത് കള. വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ ആരും ആരുടെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങും. ശരി, പറയാൻ ഇഷ്ടമല്ലെങ്കിൽ പറയണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അതാ നല്ലത്. എന്തായി സിദ്ധുവിന്റെ കാര്യം? അടുത്ത കാലത്ത് എങ്ങാനും അയാൾ ജാമ്യത്തിൽ ഇറങ്ങോ? ഇന്നല്ലെങ്കിൽ നാളെ ജാമ്യം കൊടുത്തല്ലേ പറ്റൂ. ഒരുപാട് കാലൊന്നും അകത്ത് പിടിച്ചിടാൻ പറ്റില്ലല്ലോ. വക്കീല് പുറത്തിറങ്ങിയാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെന്താ തങ്കച്ചി അങ്ങനെ പറഞ്ഞത്? ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് വക്കീലല്ലേ? ആർക്കറിയാം. എനിക്ക് തോന്നുന്നില്ല അത് സിദ്ധു ആയിരിക്കും. സിദ്ധു അങ്ങനെ ചെയ്യോ? സ്വാമി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഉള്ളത് പറയാലോ തങ്കച്ചി, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പിന്നെ മനുഷ്യനാണ്, എപ്പോഴാ ഓരോന്ന് തോന്നണെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ഞാൻ പറയാം, ഈ കൂട്ടത്തില് ഏറ്റവും അപകടകാരി ശരത്ത. അവനായിട്ട് അടുത്താലും പ്രശ്നമാണ്, അകന്നാലും പ്രശ്നമാണ്. അതോർത്താൽ എല്ലാവർക്കും നല്ലതാണ്, പ്രത്യേകിച്ച് തങ്കച്ചിക്ക്. സുഖമാണോന്ന് ചോദിക്കുന്നില്ല സിദ്ധു. എനിക്കറിയാം ഇതിനകത്ത് ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്. CCTV ഫുട്ടേജ് കളക്ട് ചെയ്യാൻ പറ്റിയോ? പല വിധത്തിലും നോക്കി, പലതും കിട്ടി. പക്ഷേ ഒന്നിലും കാർ ഓടിക്കുന്നവൻ്റെ മുഖം അത്ര ക്ലിയർ അല്ല. അത് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. ആ സമയത്ത് ഞാൻ വേറൊരിടത്തായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പറ്റിയാലും മതിയല്ലോ. എന്താ വക്കീലെ, അതുപോരെ? മതി, അങ്ങനെ ആയാലും മതി. സിദ്ധുവിൻ്റെ ഓഫീസിനകത്ത് CCTV ഇല്ലാതിരുന്ന പ്രശ്നമായത്. അല്ലെങ്കിൽ സിദ്ധുവിന് ഇങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു വക്കീലെ. എങ്ങോട്ട്? ക്യാൻറ്റീനിലേക്ക്. കോടതി ക്യാൻറ്റീനിൽ ചെന്നാ ഞാൻ ചായ കുടിച്ചത്. ഇപ്പോഴാ ഞാൻ ആ കാര്യം ഓർത്തത്. ക്യാൻറ്റീനിൽ CCTV ഉണ്ടാവുമല്ലോ? ഉണ്ടാവുന്നല്ല, ഉണ്ട്. ആ, അത് നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ള തെളിവുകളൊക്കെ കിട്ടും. അത് കൊള്ളാം സിദ്ധു. ഒന്ന്, ക്യാൻറ്റീൻ്റെ CCTV തെളിവ്. 2, സിദ്ധു ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള വാദം. ഹൃദയം മാറ്റിവെച്ച ഒരാളെ ജയിലിലിടുന്നത് റിസ്ക് ആണെന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യും. അതും ജാമ്യാപേക്ഷയോടൊപ്പം സമർപ്പിക്കും. മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതും എപ്പോൾ വിളിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണാൻ എത്തുമെന്നുള്ളതും കോടതി പരിഗണിക്കും. അങ്ങനെ നോക്കിയാൽ ജാമ്യം കിട്ടാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ കൂടെ സിദ്ധു ഇപ്പോൾ പറഞ്ഞ വിഷ്വൽസ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഞാൻ ഇതിനകത്ത് കിടന്നേനെ. ഇതിപ്പോ നിരപരാധി ആയതുകൊണ്ടാ. എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങണം ഡോക്ടർ. എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെക്കുറിച്ച് ഓർത്ത് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി കൂടി ഇല്ലാത്തതാ വീട്ടില്. ആ ചന്ദ്ര, അവളെ ആണെങ്കിൽ വിശ്വസിക്കാനും പറ്റില്ല. വിഷമിക്കണ്ട. നമ്മുടെ ഭാഗം ന്യായീകരിക്കാനുള്ള തെളിവ് ശേഖരിച്ചാലുടൻ നമ്മൾ ജാമ്യ ഹർജി കൊടുക്കും. ഇനി അധിക ദിവസം സിദ്ധുവിന് ഇതിനകത്ത് കിടക്കേണ്ടി വരില്ല. അമൃത, കിട്ടിയോ? കിട്ടിയച്ചാ, ഇതാ ഫയൽ. ഭാഗ്യം. ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ സിദ്ധുവിന് ജയിലിൽ പോകേണ്ടി വരില്ലായിരുന്നു, അല്ലേ അമൃത? ഇപ്പോഴും വൈകിട്ടൊന്നും ഇല്ലല്ലോ അച്ഛാ. എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ഗൂഢാലോചന നിങ്ങളൊക്കെ അല്ലേ നടത്തുന്നത്?
ഞങ്ങളെ ആ ഹൃദയം മാറ്റത്തിന്റെ ഫയൽ എടുത്തതാ. ജാമ്യാപേക്ഷ കൊടുക്കാൻ പോവുകയല്ലേ കോടതിയിൽ, അതിന് ഉപകരിക്കും. ഓ, രോഗിയായിട്ട് ചിത്രീകരിക്കാനാണോ ശ്രമം? അതൊന്നും കോടതി പരിഗണിക്കാൻ പോകുന്നില്ല. അതെ, കൊള്ളാവുന്ന ഒരു വക്കീലിനെ വെച്ചാ ഞങ്ങൾ കേസ് നടത്തുന്നത്. പുള്ളിക്കറിയാം എന്ത് വേണം വേണ്ട എന്നൊക്കെ. ചന്ദ്ര അതിനെക്കുറിച്ച് ഓർത്ത് തല പോയിക്കണ്ട. എന്നെ വെറുപ്പിച്ചതുകൊണ്ടാ, അല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കേസേ ഉണ്ടാവില്ലായിരുന്നു. അത് ഞങ്ങൾക്കറിയാം. ചതിച്ചതാണെന്ന് വളരെ വ്യക്തമാണല്ലോ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാന് സിദ്ധുവണ്ണൻ തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ ദേവിക ഈ ചിത്രത്തിലേ വരില്ലായിരുന്നല്ലോ. അപ്പോ അവൾക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു. ആർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല. അത് നിനക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോ. എനിക്ക് ഈ കേസിൽ ഒരു താല്പര്യവും ഇല്ല. സിദ്ധുവേട്ടൻ രക്ഷപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല, രക്ഷപ്പെട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഇതുവരെ പ്രഭാവതിയമ്മ മരിച്ചിട്ടില്ല. അതുകൊണ്ട് വകുപ്പ് വധശ്രമോ അവരെങ്ങാനും അന്ത്യശ്വാസം വലിച്ച വകുപ്പ് മാറും. വധശ്രമം കൊലപാതകമായിട്ട് മാറും. പിന്നെ രോഗിയല്ല, മരിക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞാലും പ്രതിക്ക് ജാമ്യം കിട്ടില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ എന്തായാലും അവര് മരിച്ചിട്ടില്ലല്ലോ. ചന്ദ്രയായിട്ട് പറഞ്ഞ് കൊല്ലാതിരുന്നാ മതി. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു തരുന്നേ. വേണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ അയക്കും. ഇത്രയും വിഷമുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവിടെയാണ് താമസവും ഭക്ഷണവും. അതിന്റെ ഒരു നന്ദി പോലും കാണിക്കുന്നില്ലല്ലോ. അച്ഛാ, ചേച്ചി, ഞാനിന്ന് പോയി ആ കാർ എടുത്താലോ എന്ന് ആലോചിക്കുക. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ പ്രിയ. എന്താന്നറിയില്ല ചേച്ചി, എനിക്ക് ആ കാറ് വേണമെന്ന് തോന്നുവാ. ചിലപ്പോ നല്ലതിനായിരിക്കും. മോളെ, എനിക്ക് ആകെയുള്ള പരാതി അതൊരു സെക്കൻഡ് ഹാൻഡ് കാറാന്നുള്ളതാണ്. കിടക്കുന്നതാണെങ്കിലോ വർക്ക്ഷോപ്പിലും. നല്ല പണി കാണും അതിന്. സഹി കേട്ടിട്ടായിരിക്കും അതിന്റെ ഓണർ വിൽക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഓടിച്ചു നോക്കിയച്ചാ, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നിനക്ക് കാറിനെ കുറിച്ച് എന്തറിയാം? അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ടുണ്ടാവും അവര്. അതടുത്ത് വീട്ടിലേക്ക് എത്തേണ്ട താമസം കുഴപ്പങ്ങളും തുടങ്ങും. നിരുത്സാഹപ്പെടുത്തല്ലേ ചേച്ചി, എന്റെ ഒരു ആഗ്രഹമല്ലേ, ഒന്ന് സമ്മതിക്ക്.